അതൊരു റോങ് ഡിസിഷൻ ആയിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അതിന് എനിക്ക് ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അതിന്റെ മൊത്തം മെഷീൻസിനെ നമുക്ക് ഒരൊറ്റ സ്വിച്ചിൽ വർക്ക് ചെയ്യിപ്പിക്കണം. എൻ്റെ പേര് അഞ്ജലി ഉല്ലാസ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ MTech 2022 RIT കോളേജിൽ നിന്ന് പാസ് ഔട്ടാണ്, കോട്ടയം. ഇവിടെ ഞാൻ കലൂർ സ്മെക്കിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ PG ഡിപ്ലോമ ചെയ്തിരുന്നു. ഇപ്പം 3 മാസമായി. 3 മാസത്തിൻ്റെ ഉള്ളിൽ ജോലി കിട്ടി. ഡൈമാക്സ ടെക്നോളജീസ് ബാംഗ്ലൂരിലാണ് ജോലി കിട്ടിയത്. 3 മാസം കൊണ്ട് ഇപ്പോൾ പഠിച്ച് ജോലി കിട്ടി. ഡൈമാക്സ ടെക്നോളജീസ് ബാംഗ്ലൂരിലാണ് ജോലി കിട്ടിയിട്ടുള്ളത്. ഓട്ടോമേഷനെ കുറിച്ചിട്ട് ഗൂഗിൾ ചെയ്ത് ഇപ്പോഴാണ് സ്മെക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത്. അങ്ങനെ ഇവിടെ അന്വേഷിച്ചു, അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു 3 മാസത്തെ കോഴ്സ് PG ഡിപ്ലോമ എന്നുള്ള രീതിയിലാണ് കയറിയത്. ഒരു ഹാർഡ്വെയർ ജോബായിരുന്നു ഇവിടെ കയറുമ്പോൾ എൻ്റെ ലക്ഷ്യം. അതെന്തായാലും കിട്ടി. ജനറൽ ആയിട്ടുള്ളൊരു അവയർനെസ് തന്നു. അതിൻ്റെ സിലബസും കാര്യങ്ങളും അത് എവിടെയായിരിക്കും, എങ്ങനെയാണ് ഇവിടുത്തെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമായിരുന്നു ഗേൾ ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒരേപോലെ സ്കോപ്പുള്ള ഒരു ഏരിയ തന്നെയാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. അത് PLC പ്രോഗ്രാമറായിട്ടും സ്കാഡ ഡിസൈനറൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഓപ്പണിങ്സ് വരുന്നുണ്ട്. സ്മെക്കിൽ അതൊക്കെ അവർ തരുന്നുണ്ട്, പ്ലേസ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്മെക്കിൽ ജോയിൻ ചെയ്തോട് കൂടിയിട്ടാണ് എനിക്ക് ഓട്ടോമേഷനെ കുറിച്ച് മൊത്തത്തിലൊരു അവയർനെസ് കിട്ടിയത്. അതിൽ എങ്ങനെയുള്ള ജോലികളായിരിക്കും കിട്ടുക, ഏതൊക്കെ മേഖലയിലായിരിക്കും കിട്ടുക എന്നുള്ളൊരു അവയർനെസ് കിട്ടിയത്. ഒരു വാസ്റ്റ് ഏരിയ ആണ്. അതൊക്കെ ഏതൊക്കെ മേഖലകൾ ഉൾപ്പെടും എന്നുള്ളത് നമുക്ക് ഇവിടെ ചേർന്നതിന് മുമ്പ് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇവിടെ ചേർന്നതിന് ശേഷം ഇപ്പോൾ ഇത് എല്ലാ പ്രൊഡക്ഷൻ കമ്പനികളിലും അല്ലെങ്കിൽ എല്ലാവരും മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഒരു കമ്പനികളിലും നമുക്ക് ഇതിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ട്. ഇതിൻ്റെ ജോബ് റോൾസ് കൂടുതലായിട്ടും വരുന്നത് പാനൽ ഡിസൈനിങ്, അതിൻ്റെ ലേഔട്ട് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ, വയറിങ്, അതൊക്കെയാണ് കൂടുതൽ ഉൾപ്പെടുന്നത്. പിന്നെ സ്കാഡ ഡിസൈനിങ് ഉൾപ്പെടുന്നുണ്ട്, PLC പ്രോഗ്രാമിംഗ് ഉണ്ട്. ഓക്കെ, സ്മെക്കിൽ പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ സാറുമാർ അത് പഠിപ്പിച്ച് തരുന്ന രീതിയും അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് അവർ നന്നായിട്ട് ഡെപ്തിലേക്ക് പോയിട്ട് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ സിമ്പിളായിട്ടും വളരെ ഹെൽപ്ഫുള്ളായിട്ടും അവർ പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഓട്ടോമേഷൻ കോഴ്സ് കഴിയുന്ന സമയത്ത്, സ്മെക്കിലെ കോഴ്സ് കഴിയുന്ന സമയത്ത് ഞാൻ കോൺഫിഡൻ്റ് ആണ്. എന്താണ് ഈ ഓട്ടോമേഷൻ ഫീൽഡ് എന്നുള്ളതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. അതിപ്പോൾ വേറൊരാൾ ഇനിയിപ്പോൾ ഈ ഫീൽഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ സ്മെക്കിലെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് അവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും.